പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. ഇന്ന് രാവിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. രാഷ്ട്രീയം ചർച്ച ചെയ്തില്ലെന്നും ജനകീയ വിഷയങ്ങളാണ് പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചതെന്നും കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. കേരളത്തിൽ നടത്തിയ യാത്രയിലൂടെ ജനങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ക്രോഡീകരിച്ച് മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും നൽകിയെന്നും കാന്തപുരം വ്യക്തമാക്കി. ഞങ്ങളുടെ മുദ്രാവാക്യം മനുഷ്യർക്കൊപ്പം എന്നായിരുന്നു ഈ കേരള യാത്രയുണ്ടായിരുന്ന മുദ്രാവാക്യം. അതിൽ ഉൾക്കൊള്ളുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തെ പറഞ്ഞ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പരമാവധി ചെയ്യാതെ രാഷ്ട്രീയപരമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ രാഷ്ട്രീയം ഇല്ലാത്തവരാണെന്ന് നമുക്കറിയാം. അർജുൻ പീതാംബരൻ ഇപ്പോൾ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അർജുൻ, എന്തിനായിരുന്നു ഈ കൂടിക്കാഴ്ച എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ അർജുൻ? ഉന്മേഷ്, ഇന്ന് രാവിലെ 10:30 പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായിട്ടുള്ള 7 ലോക് കല്യാൺ മാർഗിൽ വെച്ച് ഈ കൂടിക്കാഴ്ച അത് നടന്നത്. തികച്ചും സൗഹൃദപരമായിരുന്നു എന്നുള്ള വിശദീകരണം തന്നെയാണ് എ.പി. അബൂബക്കർ മുസ്ലിയാർ നൽകിയത്. മാത്രമല്ല രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ജനകീയ വിഷയങ്ങൾ പ്രധാനമന്ത്രിയുമായിട്ടും ചർച്ച ചെയ്യാനായിട്ട്, പ്രത്യേകിച്ചും ജനകീയ വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ള വിശദീകരണം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മനുഷ്യർക്കൊപ്പം എന്നുള്ള പേരിൽ കേരളത്തിൽ ഉടനീളം അദ്ദേഹം ഒരു യാത്ര നടത്തിയിരുന്നു. ആ യാത്രക്കിടയിൽ പല കോണുകളിൽ നിന്ന് ലഭിച്ച ഈ നിർദ്ദേശങ്ങൾ ഓരോന്നായി ക്രോഡീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കത്ത് അത് പ്രധാനമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. ഇതേ കത്ത് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഇടപെടലെല്ലാം തന്നെ, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന സഹായങ്ങളെല്ലാം തന്നെ ചെയ്തു നൽകാമെന്നുള്ള മറുപടി ആയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതിനു പുറമെ ചില ആശങ്കകൾ ഇപ്പോൾ SIR സംബന്ധിച്ചായാലും അതുപോലെ തന്നെ വഖഫിനെ സംബന്ധിച്ചായാലും രാജ്യത്തുടനീളം മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ സംബന്ധിച്ചായാലും എല്ലാം തന്നെ ആശങ്കകൾ ഇത്തരത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതിലും അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ചെറുക്കാൻ വേണ്ടി അതുപോലെ തന്നെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള മറുപടി പ്രധാനമന്ത്രി നൽകുകയും ചെയ്തു. ഏകദേശം അരമണിക്കൂറാണ് ഇന്ന് രാവിലെ ഈ കൂടിക്കാഴ്ച അത് നീണ്ടുനിന്നത്. കൂടിക്കാഴ്ചയ്ക്ക് അവസാനം റംസാൻ സന്ദേശം കൂടി എ.പി. അബൂബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രിക്ക് നേർന്നു എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് വിശദീകരിച്ചിരിക്കുന്നത്. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.